ഏകാദശി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം? മോക്ഷദായകനായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എങ്ങനെ നേടാം? മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ച 7 ജന്മങ്ങളിലെ പാപം ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. സർവ പാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം. വിഷ്ണുപ്രീതിക്ക് അത്യുത്തമമാണിത്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം, അതായത് കറുത്തവാവ് കഴിഞ്ഞ് 11ാമത്തെ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. ദ്വാദശി സംബന്ധമായ ആനന്ദപക്ഷമെന്നും ഇതിനെ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ച 7 ജന്മങ്ങളിലെ പാപം ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം? ദ്വാദശി ദിവസം, അതായത് തലേ ദിവസം ഒരിക്കലെടുത്ത് വേണം വ്രതം ആരംഭിക്കാൻ. എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അന്ന് നിലത്ത് കിടന്ന് ഉറങ്ങുന്നതാണ് ഉചിതം. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ശയിക്കരുത്. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവത തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാന്റേതായിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ മന്ത്രമോ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാം. ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ക്ഷേത്രത്തിൽ ഭഗവാന് 4 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപായസം, പുരുഷ സൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരിഭക്ഷണം പാടില്ല. പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണവും ആവാം. ഉപവാസമാണ് ഉത്തമം. തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. ഇത് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം. അതും ഗോതമ്പായിരിക്കണമെന്ന് മാത്രം. അത്താഴം ഒഴിവാക്കി 2 നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് 2-3 നാളിലെ പാപം മാറുമെന്നും, ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് 7 ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വസിക്കുന്നു. സർവ്വ പാപങ്ങളും ഇല്ലാതാക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക. പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കണം. മനഃശുദ്ധിയോടും ഭക്തിയോടും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി, മനഃശാന്തി, കുടുംബസ്വസ്ഥത, ആയുരാരോഗ്യം, സമ്പത്ത്, കീർത്തി, ശത്രുനാശം, സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിനും ഇടയാകും. വൃശ്ചികം കഴിഞ്ഞു വരുന്ന ധനുമാസത്തിലെ ഏകാദശിയോ പ്രാധാന്യം അർഹിക്കുന്നു. അതിന് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയപ്പെടുന്നത്.